ശിവനെ കുറിച്ച് പറയുമെങ്കിൽ 5 മുഖങ്ങളാണ് ശിവനുള്ളത്. സദ്യോജാതം, ഈശാനം, വാമദേവം, അഘോരം, തത്പുരുഷം. അതിലിപ്പം കുംഭമേളയിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളത് അഘോരമാണ്. അഘോരികളെ കുറിച്ച് എല്ലാവരും ഒരുപാട് കേട്ടിട്ടുണ്ടാകും. അഘോരികള് നമ്മൾ സാധാരണ വിശ്വസിക്കുമ്പം തുണിയില്ലാതെയോ അല്ലെങ്കിൽ അല്പനഗ്നരായിട്ട് മാത്രം ജീവിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത്. എല്ലാവരും ഒരു എന്ത്യൂസിയാസം ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറും അതാണ്. എങ്ങനെ ഇത്രയും തണുപ്പുള്ള സമയത്ത് ശിവനെ മാത്രം, ശിവന്റെ അഘോര രൂപം എന്ന് പറഞ്ഞാൽ ശിവൻ മാത്രമേ ഉള്ളൂ, അവർക്ക് ദേവിയില്ല. അപ്പൊ അതിനകത്തെല്ലാം ത്യജിച്ച് പോകുന്ന ഒരു രീതിയാണ്. അഘോര സമ്പ്രദായങ്ങളിൽ നിഗൂഢമായിട്ടുള്ള സമ്പ്രദായമുണ്ട്. അഘോര മുനികള് സമാധി അടിയുമ്പം സമാധിയിൽ നമ്മൾ അവരുടെ ശിരസ് അടുത്ത അഘോര മുനി ഏറ്റെടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. ശൈവ രീതിയിലാണ് സമാധികൾ ഏറ്റവും കൂടുതലുള്ളത്. ശിവനുമായിട്ട് ബന്ധപ്പെട്ട ഉജ്ജയിൻ തൊട്ടുള്ള 12 ക്ഷേത്രങ്ങൾ നേർരേഖയിൽ ശിവക്ഷേത്രങ്ങളാണ് ഉള്ളത്. അതായത് 12 ജ്യോതിർലിംഗങ്ങളാണ് ഉള്ളത്. അതേപോലെ തന്നെ 5 പഞ്ചഭൂത സ്ഥലങ്ങളുണ്ട്. ശിവനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ 5 ഭൂതങ്ങൾ, 5 എലമെന്റ്സ്, നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന എയറും എർത്തും സ്പേസും ഒക്കെ ഇൻക്ലൂഡഡ് ആവുന്ന, ഫയറും ഇൻക്ലൂഡഡ് ആവുന്ന 5 എലമെന്റ്സിനെ പണ്ട് നമ്മുടെ പൂർവികര് ശിവന്റെ രൂപത്തിലാണ് കണ്ടിരുന്നത്. അതിനെ നമ്മുടെ ശരീരത്തിൽ കൂടി എങ്ങനെ മോക്ഷപ്രാപ്തിയിലേക്ക് എത്താം എന്നുള്ളതാണ് ശൈവിസത്തിന്റെ ഒരു കോർ.